ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, CUET UG 2026 എക്സാമുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായിട്ട് NTA വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന CUET UG 2026 എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസായിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നേരത്തെ തന്നെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് വന്നിരുന്നു. അതിനുശേഷം ഓരോ വിദ്യാർത്ഥികൾക്കുമുള്ള അവരുടെ സിറ്റിയിൽ ഏത് സെൻറ്ററിലാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിവരവുമായിട്ടുള്ള അവരുടെ അഡ്മിറ്റ് കാർഡ് അഥവാ അവർ കൊണ്ടുപോവേണ്ട ഹോൾ ടിക്കറ്റ് എന്ന് വേണം തന്നെ ഇതിനെ പറയാൻ. എക്സാം ഹാളിലേക്ക് സിറ്റി സെൻറ്ററിലേക്ക് കൊണ്ടുപോവേണ്ട ഹോൾ ടിക്കറ്റ്, അത് തന്നെയാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ സൈറ്റിൽ കയറി ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാനിരിക്കുന്നത്. ഇനിയും സീരിയസ് ആയിട്ട് എക്സാം ഇത്രയും അടുത്ത് എത്തിയിട്ടും ഒരു പ്രിപ്പറേഷനും CUET എക്സാമിന് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മളുണ്ട്. നിങ്ങൾക്ക് എജ്യൂബിൾസ് ലേണിംഗിൻ്റെ ടെസ്റ്റ് ഓൺലൈൻ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. മുഴുവൻ വിഷയങ്ങൾക്കും സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഏത് സബ്ജക്റ്റിലും എല്ലാ ടോപ്പിക്സിൻ്റെയും ചാപ്റ്റർ വൈസ് PYQ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് ഒരു 2-3 ഇയറുള്ള PYQ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഉടനെ തന്നെ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ മികച്ച കോച്ചിങ് അതിലൂടെ ലഭ്യമാണ്. അപ്പം നമുക്ക് ഈ ഒരു NTA ഈ ഒരു പബ്ലിക് നോട്ടീസിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, ഇന്ന് വൈകുന്നേരം ഇറങ്ങിയിട്ടുള്ള ഈ ഒരു നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ റിലീസ് ഓഫ് അഡ്മിറ്റ് കാർഡ് ഫോർ ദ കാൻഡിഡേറ്റ്സ് ഓഫ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് 2026 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡ് റിലീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെയ് 11 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ആയിരിക്കും. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എക്സാം സെൻറ്റർ സിറ്റി ആൻഡ് എക്സാം സ്കെഡ്യൂൾ ഹാവ് ഓൾറെഡി ബീൻ ഷെയർഡ് ടു ഓൾ എലിജിബിൾ കാൻഡിഡേറ്റ്സ്. അല്ലേ, നേരത്തെ തന്നെ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പിലൂടെ ഏത് ജില്ലയിൽ ഏതൊക്കെ സമയത്തായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എന്തായിരിക്കും 29 ഏപ്രിലാണ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും ഈച്ച് എക്സാമിനേഷൻ ഷിഫ്റ്റ് ഹാസ് എ ഡ്യൂറേഷൻ ഓഫ് 3 hours. എല്ലാ എക്സാമിനേഷൻ ഷിഫ്റ്റും 3 മണിക്കൂറിൻ്റെ, അല്ലേ, രാവിലെ 9 മണിക്ക് തുടങ്ങിയാൽ 12 മണി വരെയുള്ളത്. അങ്ങനെ ഓരോ എക്സാമിനേഷൻ ഷിഫ്റ്റും 3 മണിക്കൂറുള്ളതായിരിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എന്തായിരിക്കും മിനിമം അതിൽ ഒരു സബ്ജക്റ്റും മാക്സിമം 3 സബ്ജക്റ്റും ആയിരിക്കും ആ 3 മണിക്കൂറിൽ ഉണ്ടാവുക. മാക്സിമം 3 സബ്ജക്റ്റുള്ള വിദ്യാർത്ഥികൾ, ഇഫ് എ കാൻഡിഡേറ്റ് ഈസ് സെലക്ടഡ് 3 സബ്ജക്റ്റ് ഇൻ 1 ഷിഫ്റ്റ് ദേ വിൽ അപ്പിയർ ഫോർ ഫുൾ 3 hours. 3 പേപ്പറും എഴുതേണ്ട ആളുകളാണെങ്കിൽ 3 മണിക്കൂർ ഉണ്ടെങ്കിൽ അയാൾ 3 മണിക്കൂറും ഫുൾ അവിടെ എഴുതണം. ഇനി ഒരു വിദ്യാർത്ഥിക്ക് 2 സബ്ജക്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ അവനെന്തായിരിക്കണം, കാൻഡിഡേറ്റ് മസ്റ്റ് കംപ്ലീറ്റ് എക്സാം ആൻഡ് ലീവ് ദ എക്സാമിനേഷൻ ഹോൾ ആഫ്റ്റർ 2 hours. 2 hours കഴിഞ്ഞാൽ അയാൾ എക്സാമിനേഷന് ലീവ് ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു എക്സാമിൻ്റെ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്, സാറേ എൻ്റെ എക്സാമിൻ്റെ 3 ഇതും ഒരേ സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾ ഷിഫ്റ്റിൽ കയറി ഒരേ സമയത്തായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് 3 മണിക്കൂർ ഉണ്ടാവും. 2 സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 2 മണിക്കൂർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു എക്സാം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് ഇറങ്ങി പിന്നെ കയറി അങ്ങനത്തെ ഒരു സംഭവമല്ല. ഒറ്റയടിക്ക് നിങ്ങൾ കയറുന്നു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ മുമ്പിൽ 3 പേപ്പറും അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. 2 മണിക്കൂറാണ് 2 പേപ്പറും അവൈലബിൾ ആയിരിക്കും. 2 പേപ്പറും കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് കംപ്ലീറ്റ് നമ്മുടെ എക്സാമിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻസ് ആയിട്ട് വരുന്നത്. പിന്നെ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, വെബ്സൈറ്റ് ലോഗിൻ ക്രെഡൻഷ്യൽ വെച്ചുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി നിർബന്ധമായിട്ടും ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ID കാർഡ് നിർബന്ധമായിട്ടും എക്സാം ഹാളിലേക്ക് നിർബന്ധമായിട്ടും കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ലൈവ് ഫോട്ടോ മിസ്മാച്ച് ആയിട്ട് പിന്നീട് CUET NTA എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്ത ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. പിന്നീട് അഫിഡവിറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോ മിസ്മാച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗസറ്റഡ് ഓഫീസേഴ്സിനെ വെച്ചുകൊണ്ടും. അപ്പോൾ അങ്ങനെ ഫോട്ടോ മിസ്മാച്ച് ഉണ്ടായിട്ട്, ലൈവ് ഫോട്ടോ മിസ്മാച്ച് ഉണ്ടായിട്ട് പിന്നീട് അഫിഡവിറ്റ് ഒക്കെ വെച്ച് അപ്ലോഡ് ചെയ്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആളുകൾ ആ ഒരു ഗസറ്റഡ് ഓഫീസേഴ്സിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിച്ചിട്ടുള്ള ആ ഒരു രണ്ടാമത് അപ്ലോഡ് ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അഡ്മിറ്റ് എക്സാമിന് വരുമ്പം അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ കൊണ്ടുവരണമെന്നും NTA കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് ലൈവ് മിസ്മാച്ച് ഒക്കെ ഇഷ്യൂ ഉള്ള വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ ആ കാര്യം അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാത്തവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ID കാർഡ് നിർബന്ധമായിട്ടും എടുക്കണമെന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ID പ്രൂഫ് നിർബന്ധമാണ്. അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ പ്രൂഫിനെ നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ നിർബന്ധമായിട്ടും പറയുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നിങ്ങളൊരു കോച്ചിങ് നോക്കുന്നുണ്ടെങ്കിൽ എജുബിൾസ് നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്ത് ടെസ്റ്റ് സീരീസ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ CUET-യുമായിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അപ്ഡേറ്റ്സുകൾ അറിയാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ. നമുക്ക് വീണ്ടും ഒരു അപ്ഡേറ്റുമായിട്ട് കാണാം. താങ്ക് യു.